ഒരു ജോലി ഒഴിവുണ്ട് കേട്ടോ, വായിച്ചുതരാം. മുഅദ്ദിനാട്ടോ, പള്ളിയിൽ ബാങ്കൊക്കെ വിളിക്കൂലേ, ആ ഒരു ജോലിയാണ്. അതിന്റെ കൂടെ മുഅല്ലിമാണ്, അതായത് മദ്രസയിലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. കൂട്ടത്തിൽ ചെറിയൊരു ജോലിയും കൂടെ ഉണ്ട്. ബാത്റൂം, മൂത്രപ്പുര ഉൾപ്പെടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ശമ്പളം, നിലവിൽ ശമ്പളം 7500 രൂപയാണ്. അതുപോലെ തന്നെ മദ്രസയിൽ 2 ക്ലാസ് ഉണ്ടാകും. 6:30 മുതൽ 9:30 വരെ ആയിട്ട് 2 ഷിഫ്റ്റിലായിട്ട് 1.5 മണിക്കൂർ വീതം 2 ക്ലാസ്സും ഉണ്ടായിരിക്കുന്നു കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പല ആളുകളും വന്ന് പല നെഗറ്റീവ് കമന്റുകളും ചെയ്യും. നമ്മുടെ നാട്ടില് പള്ളിയിൽ പണിയെടുത്താൽ കിട്ടുന്നത് 6500, 7000, 10000, 12000. ഞാൻ ഈ പറഞ്ഞ ജോലി മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിലുള്ളതാണ്. ആ പള്ളി ഏതാണ്, ആ നമ്പർ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് മലപ്പുറത്ത് മാത്രം നടക്കുന്ന ഒരു വിഷയമല്ല. കേരളത്തിലെ 14 ജില്ലകളിലും മദ്രസകളിലും പള്ളിയിലും നടക്കുന്ന ഒരു അവസ്ഥയാണ്. മുഅല്ലിമീങ്ങൾക്ക്, ഉസ്താദന്മാർക്ക് ശമ്പളമില്ല. ഈ ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി. നമുക്കോ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പിശുക്ക്, നല്ല ശമ്പളം കൊടുക്കൂല. നല്ല യോഗ്യരായ പണ്ഡിതന്മാര് മദ്രസയിൽ പഠിപ്പിക്കണം, ദർസ് നടത്തണമെങ്കിൽ നല്ല സാലറി കൊടുക്കാൻ കമ്മിറ്റിക്കാർ തയ്യാറാവണം. നല്ല ഉയർന്ന സാലറി കൊടുത്താൽ കഴിവുള്ള പണ്ഡിതന്മാർ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും. ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്തിട്ട് വില കുറയ്ക്കേണ്ടതല്ല അള്ളാന്റെ ദീന്. ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് വില ഉയർത്തേണ്ടതാണ്. ഈ ഇസ്ലാമിന്റെ വില മുഴുവനും കളഞ്ഞത് നമ്മളാ. എന്തുകൊണ്ടാ മാതാപിതാക്കളെ മക്കളെ ഓതാൻ വിടാത്ത്? മൂല്യരായ ശമ്പളം കുറവാണ്. ഈ മൂല്യർക്ക് ശമ്പളം കുറച്ചാരാ? ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെന്റ് ആണോ? ഇസ്ലാമിന്റെ വിരോധികളാണോ? നമ്മൾ ഈ സമുദായമാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്തത്. മദ്രസയുടെ ക്ലാസ് റൂമുകൾ വേണ്ടത്ര ഭംഗിയാക്കാത്തത് ആര്? നമ്മള്. മുഅല്ലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കാത്തത് ആര്? നമ്മള്. അതുകൊണ്ട് ഈ സമുദായം മാറി ആലോചിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മുഅല്ലിമീങ്ങൾ രാവിലെ മദ്രസ കഴിഞ്ഞിട്ട് പല ജോലികൾക്കും പോയിട്ട് വൈകുന്നേരം വീണ്ടും മദ്രസകളിൽ എത്തുന്ന ഉസ്താദന്മാരുണ്ട്. ഏതെങ്കിലും ഡോക്ടർമാർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും ഡോക്ടർമാർ ഗവൺമെന്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം കൂലിപ്പണിക്ക് പോകുന്നുണ്ടോ? അവർ പെയിന്റിങ്ങിന് പോകുന്നുണ്ടോ? അവർ പച്ചക്കറി കച്ചവടത്തിന് പോകുന്നുണ്ടോ? ഏതെങ്കിലും എഞ്ചിനീയർമാർ പോകുന്നുണ്ടോ? അവരെയൊക്കെ നമ്മൾ വലിയ മർത്തബയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഉസ്താദന്മാരാണെങ്കിലോ, അവര് പള്ളി കഴിഞ്ഞിട്ട് അവർ മറ്റു ജോലിക്ക് പോകണം. അതുകൊണ്ട് വിയർപ്പിന്റെ അസുഖമല്ല ഇവിടത്തെ പ്രശ്നം. പള്ളികളിൽ ഉസ്താദന്മാർക്ക് വേണ്ട രീതിയിലുള്ള വേതനം കിട്ടുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളും നല്ല ഒരു ചർച്ച നടത്തിയിട്ട് പൊതുജനങ്ങൾ മഹലിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടെങ്കിലും മാന്യമായൊരു വേതനം. കാരണം അവർക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കണം, മക്കളെ പഠിപ്പിക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, എന്തെല്ലാം ചെലവുകളാണ്. ഒരു മാന്യമായ വേതനമെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ പള്ളികളിലെ എല്ലാ ആളുകൾക്കും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.